സംസ്ഥാനത്ത് റോഡപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജീവൻ നഷ്ടമാകുന്നത് മുങ്ങിമരിച്ചാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 3.5 വർഷത്തിനിടെ 4009 പേരുടെ ജീവനാണ് ജലാശയങ്ങളിൽ പൊലിഞ്ഞത്. ഇതിൽ 649 പേർ കുട്ടികളാണ്. വിദ്യാർത്ഥികളുടെ മുങ്ങിമരണങ്ങൾ വർഷം തോറും വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 143 പേരും 2022 217 കുട്ടികളും 2023 213 കുട്ടികളും ഈ വർഷം ജൂൺ 14-ാം തീയതി വരെ 77 കുട്ടികളുമാണ് ജലാശയത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. നീന്തൽ അറിയാതെ ജലാശയങ്ങളിൽ ഇറങ്ങി ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങളും അശ്രദ്ധ മൂലവും ജീവൻ രക്ഷിക്കാനായി ഇറങ്ങി ജീവൻ പൊലിയുന്ന നിരവധി സംഭവങ്ങളും നാം ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട്. 2014-ലാണ് കേരളത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് സ്കൂളിൽ നീന്തൽക്കുളം നിർമ്മിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിലെ നെടുങ്കാട് ഗവൺമെന്റ് UP സ്കൂളിലാണ് ആദ്യമായി സ്വിമ്മിംഗ് പൂൾ എന്ന ആശയം മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഗവൺമെന്റ് UPS നെടുങ്കാടില് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അത് 2014-ലാണ് ആശയം വരികയും ഇവിടെ അത് ഉദ്ഘാടനം ചെയ്തത് 2016-ലാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടികളല്ലേ, രക്ഷിതാക്കൾക്ക് ഇച്ചിരി ഒരു ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും സ്കൂള് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തതോടുകൂടെ കുട്ടികൾക്കും ജീവൻ സുരക്ഷ, അവരുടെ മക്കൾക്കും നീന്തൽ പഠിക്കണം എന്നുള്ളൊരാശയം അവർക്കും ഉണ്ടാവുകയും അതിനോട് പൂർണ്ണമായ സഹകരണത്തോടുകൂടെ തന്നെയാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റോടുകൂടെയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഈ പരിശീലനത്തിനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഫയർഫോഴ്സുകാരാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരംഭിച്ച അന്ന് മുതൽ ഇതിൻ്റെ പ്രവർത്തനം നിയന്ത്രിച്ച് വരുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ജീവനക്കാരാണ്. ഏകദേശം 4500ഓളം ആളുകളാണ് ഇതുവരെ ഇവിടെ നിന്ന് നീന്തൽ പഠിച്ചിറങ്ങിയത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് പബ്ലിക് നിന്നും നീന്തൽ പഠിക്കുന്ന ആളുകളിൽ നിന്നും ഒരു നിശ്ചിത തുക ഫീസ് ഈടാക്കി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുകയാണ് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്തു വരുന്നത്. സംസ്ഥാന കായിക വകുപ്പിന്റെ കീഴിൽ 2018-19 കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്പ്ലാഷ്. ഈ സ്പ്ലാഷ് പദ്ധതിയുടെ ഭാഗമായി ആദ്യ 5 കേന്ദ്രങ്ങളിൽ 6000-ഓളം വിദ്യാർത്ഥികളെ സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് മുങ്ങിമരണങ്ങളുടെ തോത് നിരക്ക് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് കായിക വകുപ്പിൻ്റെ കീഴിൽ ആവിഷ്കരിച്ചൊരു പദ്ധതിയായിരുന്നു സ്പ്ലാഷ്. 2019 ആരംഭിച്ച് 5 ജില്ലകളിലായിട്ട് വയനാട്, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി എന്നീ 5 ജില്ലകളിലായിട്ട് ഏകദേശം 1000-ലധികം കുട്ടികളെ 2019 മുതൽ ഇതിൻ്റെ കീഴിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തോടു കൂടെ ഇത് താൽക്കാലികമായിട്ട് സ്പ്ലാഷിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വീണ്ടും തുടങ്ങുന്നതിനുള്ള ഒരു ആലോചനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ നന്ദിയോട്, പെരുപ്പങ്കോട് എന്നിങ്ങനെ ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഇവിടെയൊക്കെ രാവിലെയും വൈകിട്ട് 2 മണിക്കൂർ പൊതുജനങ്ങൾക്ക്, കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് നീന്തൽ പരിശീലന ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ പിണറായിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഇതേ രീതിയിലുള്ള ട്രെയിനിങ് സംവിധാനങ്ങൾ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ നീന്തൽ പരിശീലന ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട്. എന്നാൽ ഇന്ന് 5 വർഷങ്ങൾക്കിപ്പുറം സ്പ്ലാഷ് പദ്ധതി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് കുട്ടികളെ എല്ലാ സ്കൂളിലെയും, ഈ ജില്ലയിൽ നമുക്ക് അടുത്ത പ്രദേശത്തുള്ള എല്ലാ ജില്ലയിലും എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാലാവിൽ സ്വിമ്മിംഗ് പൂളാണ് തിരഞ്ഞെടുത്തിരുന്നത്. അതുപ്രകാരം നമ്മൾ 1000-ഓളം കുട്ടികളെ നമ്മളിവിടെ ഫ്രീ ആയിട്ട് നീന്തൽ പഠിപ്പിച്ചു. ആ പരിപാടി മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തില്ല. പൂളിൻ്റെ മെയിൻ്റനൻസും സ്പ്ലാഷ് അവർ തന്നെയാണ് ഏറ്റെടുത്തിരുന്നത്. അതും കൃത്യമായിട്ട് ചെയ്യാൻ അവർക്ക് സാമ്പത്തികമായിട്ടൊരു വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നീന്തൽ അറിയാത്തവർ മാത്രമല്ല, നീന്തൽ പഠിച്ചിട്ടും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന നിരവധി സംഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട്. നീന്തൽ പഠിച്ചതുകൊണ്ട് മാത്രം വെള്ളത്തിലെ മുങ്ങിമരണങ്ങളിൽ നിന്നും രക്ഷ നേടാനാകുമോ എന്ന് നമുക്ക് ചോദിച്ചറിയാം. കുറച്ച് നീന്തലൊക്കെ അറിയാന്നുള്ള കുട്ടികൾ ഇതേപോലെ തന്നെ വെക്കേഷൻ ടൈമിലോ അല്ലെങ്കിൽ തന്നെ കൂട്ടുകാരോടൊക്കെ തന്നെ കടകളിൽ പോവുകയും അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നീന്തൽ അറിയാവുന്ന ഒരാൾ തന്നെ ആണെങ്കിൽ കൂടി ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യമല്ല, എത്ര ശക്തനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ.
പിന്നെ രണ്ടാമത് നമ്മുടെ ഈ ജലാശയങ്ങളെ പറ്റിയുള്ള ധാരണ കുറവായിരിക്കും. അവിടെ എത്രത്തോളം ആഴമുണ്ട്, അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ടോ, വേരുകളുണ്ടോ, അല്ലെങ്കിൽ തന്നെ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും ജലസസ്യങ്ങളുണ്ടോ, അതിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ആ ജലാശയങ്ങളെ പറ്റിയുള്ള ധാരണ കുറവുകൊണ്ടും പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാം. കൂടുതലായിട്ട് നമുക്ക് ഈ ജലാശയാപകടങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ റെസ്ക്യൂ ചെയ്യുക വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം റെസ്പോൺസ് ടൈം വളരെ കുറവാണ്. 2018 പ്രളയത്തിന് ശേഷം കേരളം സമാനതകളില്ലാത്ത ദുരന്തങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടും മഴയും മണ്ണിടിച്ചിലും മുങ്ങിമരണങ്ങളും അങ്ങനെ നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ മുൻപിലെത്തുന്നത്. ഇത്തരം ദുരന്ത മുഖങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. ഇതിനായി സർക്കാർ സ്കൂളുകളിൽ നീന്തൽ കുളങ്ങൾ സ്ഥാപിക്കുകയും നീന്തൽ പരിശീലിപ്പിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുക വഴി മുങ്ങിമരണമെന്ന വലിയ ദുരന്തത്തെ ഒരു പരിധിവരെ നമുക്ക് ചെറുക്കാൻ സാധിക്കും.